സ്വന്തം അച്ഛനെയും അമ്മേനെയും കൊലപ്പെടുത്തിയ ഈ വ്യക്തിയെ തെളിവെടുക്കാൻ വേണ്ടി ഇന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അവൻ്റെ നാടകം ഒന്ന് നിങ്ങൾ കണ്ടു നോക്കിയേ. എല്ലാരും കണ്ടതാ. ഇത് നടക്കുകയല്ല. ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോ കണ്ടതാ. ഇത് എനിക്ക് വെച്ച പണി. അവന്റെ നാടകങ്ങൾ നോക്കിയേ. ഒന്നെ കൊന്നു കളഞ്ഞോ? എടാ, നിന്നെയൊക്കെ വളർത്തി 25-26 വയസ്സ് വരെ നിന്നെയൊക്കെ വളർത്തി വലുതാക്കിയ സമയത്ത് ആ അച്ഛൻ്റെയോ അമ്മേൻ്റെയോ മുഖമൊന്നും നിനക്കൊന്ന് ഓർക്കാമായിരുന്നു. കണ്ട ലഹരിയും കഞ്ചാവും മറ്റ് ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നിന്റെ ബുദ്ധി മരവിച്ച് പോയ സമയത്ത് ആ സ്വന്തം അച്ഛനെയും അമ്മേനെയും ഇല്ലാതാക്കി. ഇപ്പോൾ തെളിവെടുക്കാൻ വന്ന സമയത്ത് കണ്ടു നോക്കും അവൻ്റെ അഭിനയം. എടാ, നാളെ എനിക്കിനി മാനസിക എന്ന് പറഞ്ഞിട്ട് മാനസികം എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ പിന്നെ കേസില്ലല്ലോ, കുലുമാലില്ലല്ലോ, ഒന്നുമില്ലല്ലോ. അതിനൊരു പെക്കായി വേണ്ടേ. എടാ, ഇന്ന് ലഹരി അടിക്കാത്തൊരു വ്യക്തി പെൺകുട്ടിയാൾ വരെ ലഹരിക്ക് അടിമയായി എന്ന് പറഞ്ഞേ. ഇപ്പം പെൺകുട്ടിയാൾ വരെ ലഹരിക്ക് അടിമ. കണ്ടിട്ടില്ലോ, സ്കൂളിലെ ടീച്ചർമാരടക്കം ലഹരിക്ക് അടിമ. ഈ ലഹരി നീയൊക്കെ ലഹരി അടിച്ച് വീട്ടുകാർക്കും നാട്ടുകാർക്കും ഉപകാരമില്ലാണ്ടായി വരുന്ന സമയത്ത് എൻ്റെ പൊന്ന് മോനെ നീ ഒന്ന് രക്ഷപ്പെടുമെന്ന് വെച്ചിട്ട് അവരുടെ മനസ്സിൽ തോന്നിയ ഒരു പൊട്ട ബുദ്ധിക്കായിരിക്കും നിന്നെ അഡീഷണൽ സെൻറ്ററിൽ കൊണ്ടുപോയിട്ടുണ്ടാകുക. ആ സമയത്ത് ഇറങ്ങി വന്ന വൈരാഗ്യത്തിൻ്റെ പേരിൽ നീ നിൻ്റെ അച്ഛനെയും അമ്മേനെയും ഇല്ലാതാക്കിയില്ലടാ കാപാലി. ഇവരൊന്ന് പുറത്ത് വിടേനേ പാടില്ല. സ്വന്തം അച്ഛനെയും അമ്മേനെയും 10 മാസം നൊന്ത് അമ്മേനെയും അച്ഛനെയും അമ്മയെ എങ്ങനെ തോന്നിയടാ? എത്ര മദ്യപിച്ചാലും എന്ത് തേങ്ങ അടിച്ചു കഴിഞ്ഞാലും നിനക്കൊക്കെ സമ്മതിച്ചിരിക്കുന്നു.